ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്തനംതിട്ടയിലെത്തി. റോഡ് മാർഗം ഇനി പമ്പയിലേക്ക് പോകും. ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ച ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും. ഉച്ചയ്ക്ക് 12 മണിയോടെ രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തും. പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. ആദ്യം ഗോകുലിലേക്കാണ് പോകുന്നത്. ഗോകുൽ, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഒപ്പം നമ്മുടെ അയ്യപ്പൻ കാനനവാസിയാണ്. അപ്പോൾ ഈ ഒരു സന്ദർശനം ഏറെ പ്രത്യേകതകളുള്ള ഒന്നല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അത്രത്തോളം ഒരു പ്രത്യേകതകളും അതോടൊപ്പം തന്നെ മഹത്തരവുമായിട്ടുള്ള ഒരു സന്ദർശനം തന്നെയായിട്ട് കണക്കാക്കാൻ സാധിക്കും. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ വിശ്വാസികളും അയ്യപ്പ വിശ്വാസികളും അത്രത്തോളം പവിത്രവും പുണ്യവുമായി കരുതുന്ന സ്ഥലമാണ് ശബരിമല. അതേ ശബരിമലയെ തന്നെ വളരെ അവമതിപ്പോടുകൂടി കണക്കാക്കുന്ന ഒരു കൂട്ടരും നമുക്കിടയിൽ തന്നെയുണ്ട്, ഈ സമൂഹത്തിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിഫലനമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും അത്തരക്കാർക്കിടയിലേക്കാണ് രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗര തന്നെ ആചാരപരമായിട്ട് വിശ്വാസപൂർവ്വം അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയിട്ട് മല കയറി എത്താനായിട്ട് തയ്യാറായിരിക്കുന്നത്. അതായത് അയ്യപ്പൻ്റെ പ്രത്യേകത അതാണ്. അത് വരുന്നത് VVIP ആണ്. ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അയ്യപ്പനെ കാണാൻ അയ്യപ്പൻ്റെതായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി ആചാരങ്ങളോടും കൂടി വിശ്വാസങ്ങളോടും കൂടിയിട്ടാണ് ആ VVIP അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. കെട്ടുമുറുക്കി ആചാരപൂർവ്വമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തി തന്നെയാണ് രാഷ്ട്രപതി സന്ദർശനത്തിനായിട്ട് എത്തുന്നത്. മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ച് ഏറെ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടം എന്ന് മാത്രമല്ല, ഈ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ അഴിമതി കഥകളും അതോടൊപ്പം തന്നെ മറ്റ് ഹിതകരമല്ലാത്ത പല കഥകളും ഒക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ശബരിമലയെ അത്രത്തോളം ഇത്തരത്തിൽ വിശ്വാസികൾക്കൊക്കെ തന്നെ ദുഃഖകരമാക്കുന്ന രീതിയിലുള്ള വാർത്താ കേന്ദ്രമാക്കി മാറ്റാൻ മനഃപൂർവ്വമായിട്ട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. ആ കാലഘട്ടത്തിലാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. മാത്രമല്ല ശബരിമലയുടെ പവിത്രത അത് എത്രത്തോളമാണ് എന്ന് ഭാരതം മുഴുവൻ ഉള്ള ജനങ്ങൾക്ക് കൂടി കാട്ടിക്കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലൂടെ അതുകൂടി സാധ്യമാകും. ശബരിമല ഇതിനോടകം തന്നെ ഒരു ആഗോള ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശബരിമല. എന്തായാലും ശബരിമലയുടെ ഖ്യാതി കൂടുതൽ ആളുകളിലേക്ക് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലൂടെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശബരിമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രത്തോളം പ്രത്യേകതകൾ നിറഞ്ഞൊരു കാനനക്ഷേത്രം കൂടിയിട്ടാണ്. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല, എല്ലാ സമയത്തും പ്രവേശനമില്ല. അങ്ങനെ പല തരത്തിലുള്ള ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള ഘടകങ്ങൾ ശബരിമലയെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ആ ഘടകങ്ങളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി ഭാരതത്തിൻ്റെ പ്രഥമ പൗര തന്നെ ശബരിമല ദർശനത്തിനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി പമ്പ മണൽ തീരത്ത് എത്തിച്ചേരും. പമ്പയിലെത്തി അവിടെ പമ്പ സ്നാനം നടത്തിയതിനു ശേഷമാണ് തീർത്ഥാടകർ മല ചവിട്ടുന്നുള്ളത്. പമ്പയിലെത്തി ശരീരശുദ്ധി വരുത്തും. അതുവരെ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളൊക്കെ കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് സ്വാമി അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയിട്ട് മല ചവിട്ടുന്ന ഒരു ചടങ്ങ് തീർത്ഥാടകർ ആചരിച്ചു പോരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അതേപോലെ തന്നെയാണ്. അവിടെ എത്തി പാദവും ഹസ്തവും അതോടൊപ്പം തന്നെ മുഖവും കഴുകി ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമായിരിക്കും കെട്ടുമുറുക്കി സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ടാവുക. എന്തായാലും പമ്പ ഗണപതി ക്ഷേത്രത്തിലായിരിക്കും കെട്ടുമുറുക്ക് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. അതിനുശേഷം ഗൂർഖ വാഹനത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളാണ് 4x4 ഫോഴ്സ് ഗൂർഖ വാഹനങ്ങളാണ്. അത് 6 വാഹനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൊരു വാഹനത്തിലായിരിക്കും രാഷ്ട്രപതി ഉണ്ടാവുക. ബാക്കി വാഹനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും. ഈ വാഹനങ്ങൾ സന്നിധാനത്തടക്കം ഇതിനോടകം തന്നെ പലവൊരു പരിശീലന ഓട്ടം നടത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതടച്ച ക്രമീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് സന്നിധാനത്ത്. ആ ഗൂർഖ വാഹനത്തിലേറി സന്നിധാനത്തേക്ക് പോയി അയ്യപ്പനെ ദർശിക്കും. 18ാം പടി ചവിട്ടും രാഷ്ട്രപതി. 18ാം പടി ചവിട്ടി തിരുമുമ്പിലെത്തി സോപാനപ്പടിയിലൂടെ ശ്രീകോവിലിന് മുന്നിലെത്തി ഭഗവാനെ കണ്ടു തൊഴും. രാഷ്ട്രപതി എത്തുന്ന സമയം അത്താഴ പൂജ സമയമായിരിക്കും. അത്താഴ പൂജ കണ്ടു തൊഴുത് അവിടെ വഴിപാടടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് മാളികപ്പുറത്തമ്മയെയും കണ്ടു തൊഴുതതിന് ശേഷം രാഷ്ട്രപതി തിരുമുമ്പിലൂടെ തിരുമുറ്റത്തെത്തി അവിടെ നിന്നും ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഗസ്റ്റ് ഹൗസിൽ പിന്നീട് ഒരു 1.5-2 മണിക്കൂറോളം വിശ്രമമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണവും വിശ്രമവും. അതിനുശേഷം 3 മണിയോടുകൂടി അവിടെ നിന്നും ഗൂർഖ വാഹനത്തിൽ തന്നെ പമ്പയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ടാവും. പമ്പയിൽ നിന്നും മറ്റ് വാഹന വ്യൂഹത്തിൽ കയറി നിലയ്ക്കലേക്കായിരിക്കും ഒരുപക്ഷെ പോവുക എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലയ്ക്കലിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം
മാർഗം തിരുവനന്തപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും രാവിലെ ഉണ്ടായ ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. പത്തനംതിട്ട ജില്ലയിലും സന്നിധാനത്തിന്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള മഴ ഇന്നലെ രാത്രി മുഴുവൻ പെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ശക്തമായിട്ടുള്ള കോടമഞ്ഞ് മൂടൽമഞ്ഞ് കൂടി രൂപപ്പെട്ടതോടുകൂടി രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റി പത്തനംതിട്ട പ്രമാടത്തേക്ക് ഹെലിപ്പാഡ് മാറ്റുകയായിരുന്നു. പ്രമാടത്താണ് പിന്നീട് 8:30 മണിയോടുകൂടി രാഷ്ട്രപതി ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും പത്തനംതിട്ടയിൽ നിന്നും വാഹന വ്യൂഹത്തിലാണ് പമ്പയിലേക്ക് തിരിക്കുകയും ചെയ്തത്. അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഏറെ ഗൗരവപൂർണ്ണമാണ്. കാരണം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ അവിടെ ആ കോൺക്രീറ്റിനുള്ളിൽ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ താഴ്ന്നു പോകുന്നൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ജില്ലാ ഭരണകൂടമാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ജില്ലാ ഭരണകൂടമാണ് ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവർ നിലയ്ക്കലിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു പ്ലാൻ ബി കണ്ടുവച്ചിരുന്നില്ല. പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെ തീരുമാനം പെട്ടെന്ന് മാറിയപ്പോഴാണ് പ്രമാടത്തേക്ക് ഹെലിപ്പാഡ് മാറ്റാം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അവിടെ ഇന്ന് രാവിലെയാണ് കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹെലിപ്പാഡ് നിർമ്മിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അത് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു മൈതാനമാണ്. ഇന്നലെ വൈകുന്നേരം വരെ അവിടെ ഈ കോൺക്രീറ്റ് ഇന്ന് രാവിലെ കൊണ്ട് ഇറക്കിക്കൊണ്ട് 3 ഹെലിപ്പാഡുകൾ താൽക്കാലികമായിട്ട് നിർമ്മിക്കുകയായിരുന്നു. ആ കോൺക്രീറ്റ് ആ തറ കൃത്യമായിട്ട് ഉറച്ചിരുന്നുണ്ടായിരുന്നില്ല. അത് കൂടുതൽ സമയമെടുത്താൽ മാത്രമേ അത് ഉറക്കുകയുണ്ടായുള്ളൂ. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട പരിപാടികളായിരുന്നു. പക്ഷെ അതൊക്കെ മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതര വീഴ്ചയുണ്ടായി. രാഷ്ട്രപതി ആ കോപ്റ്ററിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ടയർ കോൺക്രീറ്റിനുള്ളിലേക്ക് താഴ്ന്നു പോയത്. പിന്നീട് രാഷ്ട്രപതി ഇറങ്ങിയതിന് ശേഷം മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് തള്ളി ഹെലികോപ്റ്റർ മുകളിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയും ദൃശ്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. എന്തായാലും ആ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ ഉദ്യോഗസ്ഥർക്കെതിരെയോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്.